നമസ്കാരം. ഇന്ന് കുറച്ച് മുൻപ് എനിക്കൊരു വാർത്ത കിട്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയായിരുന്നു. നിങ്ങൾക്കായാലും ഞെട്ടലുണ്ടാവണമെന്നില്ല. പക്ഷേ എനിക്കത് കേട്ട സമയത്ത് വിസ്മയം തോന്നി. നമ്മളുടെ ഹരിപ്പാട് കൊല്ലപ്പെട്ട പെൺകുട്ടിയുണ്ടല്ലോ, ഒരു മുസ്ലിം ചെക്കൻ. അവൻ ലവ് ജിഹാദിൻ്റെ പേരിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ, ഒരു ഹിന്ദു പെൺകുട്ടിയെ തല്ലിച്ചതച്ചു കൊന്നു. ആ വാർത്ത എല്ലാവർക്കും അറിയാമല്ലോ. ഈ കുട്ടി പഠിച്ചിരുന്നത് ഉസ്ബെക്കിസ്ഥാനിലാണ്, മെഡിക്കൽ കോളേജിൽ. ആ കോളേജിൻ്റെ നടത്തിപ്പുകാർ പാണക്കാടന്മാരാണ്. അത് കേട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. ഉസ്ബെക്കിസ്ഥാൻ ഇവിടുന്ന് എവിടെയോ കിടക്കുന്നൊരു സ്ഥലമാണ്, വേറൊരു രാജ്യമാണ്, അവിടുത്തെ ഒരു കോളേജ്. ആ കോളേജിൻ്റെ നടത്തിപ്പുകാർ പാണക്കാടന്മാരാണ്. ഞാൻ ഞെട്ടിയത് അതുകൊണ്ടല്ല, കാരണം അവരെ ഒരു ഗൂഢസംഘമാണ്, ഒരു മാഫിയ സംഘമാണ് അവർ. ആയതുകൊണ്ട് അവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ പലതും ചെയ്യും. ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് പോലും അതറിയില്ല. അവർ കൈകാര്യം ചെയ്യുന്ന ഇസ്ലാമിലല്ല, രാഷ്ട്രീയത്തെയാണ്, പണത്തെയാണ്, പെണ്ണിനെയാണ്. അത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ എൻ്റെ ഞെട്ടൽ അതല്ല ഉണ്ടായത്. അവർ നടത്തുന്ന കോളേജിൽ ഒരു കൊലപാതകം നടന്നിട്ട് ആ കുട്ടി കേരളത്തിൽ ഇവിടെ തൊട്ടടുത്ത് ഹരിപ്പാട്, ഏതോടെ അനുശോചനം പോലും അവർ പറഞ്ഞിട്ടില്ല. ഇതൊന്നും ആരും അറിയില്ലെന്നാണ് വിചാരിച്ചത്. ഇത്രയും കാലം ഉസ്ബെക്കിസ്ഥാനിൽ കോളേജ് ഇവർ നടത്തുന്നുള്ള കാര്യം ആരറിയാൻ. പക്ഷെ ഇപ്പോൾ നമ്മളുടെ ശശികല ടീച്ചർ അതിൻ്റെ എല്ലാ ഡീറ്റെയിലും എടുത്ത് പരസ്യപ്പെടുത്തിയിരിക്കുകയാണ്. അവർ ഒരു പ്രസ്താവന അത് അവരവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കുക. കിട്ടിക്കൊള്ളണം എന്നില്ല. ഇത് ലോകോത്തര സർവകലാശാലകളിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ MBBS പഠിക്കാം. അതിലെ ഒന്നാമത്തെ പരസ്യം ഇബ്നു സീന ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉസ്ബെക്കിസ്ഥാൻ. ഈ പരസ്യം കൊടുത്തിരിക്കുന്നത് ചെയർമാൻ ILM എന്ന് പറഞ്ഞാൽ ഇനീഷ്യേറ്റീവ് ലേണിംഗ് മെഡിസിൻ എന്നതാണ് ആ സംഘടനയുടെ പേര്. അതിൻ്റെ ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഏജന്റാണ് അദ്ദേഹം. മറ്റേ കോട്ടക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ILMന്റെ ചെയർമാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഇതൊരു പരസ്യമാണ്. ഇത് ശരിയല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെയല്ല കേസ് കൊടുക്കേണ്ടത്, ഈ പരസ്യമിട്ട ഈ കോട്ടക്കല സ്ഥാപനത്തിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ കൃത്യമായി പറയുന്നു, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ധാർമ്മിക ചുറ്റുപാടിൽ ഇൽമ ഹോസ്റ്റലുകൾ. എന്താണ് ഇൽമ? അറബി വാക്ക് എനിക്ക് അറിയാൻ വയ്യ. ഇൽമ ഹോസ്റ്റലുകൾ. പക്ഷേ നമ്മൾ ഇന്നലെ മുതൽ മിനിഞ്ഞാന്ന് മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ചുള്ള ഒരേ കെട്ടിടത്തിനകത്ത് താമസിക്കാനുള്ള സൗകര്യമാണ് അവിടെ ഒരുക്കിയിരുന്നത്. ഇവിടെ ഇസ്ലാമിക വിവാഹങ്ങളിൽ ആണിനും പെണ്ണിനും ഒരു വേദിയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. വ്യത്യസ്ത വേദിയിലൂടെ വിവാഹവേദിയിലേക്ക്, ഈ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നിടത്ത് പോലും വ്യത്യസ്ത വേദികളിലാണ് ഭക്ഷണം. അടുത്ത ദിവസം ഒരു കല്യാണം അവിടെ നടന്നു. വ്യത്യസ്ത വേദികളിലാണ് ആണിനും പെണ്ണിനും ഭക്ഷണം വിളമ്പുന്നത്. അതാണ് ഇസ്ലാമിക ചുറ്റുപാടെങ്കിൽ, ഇസ്ലാമിക ചുറ്റുപാടിൽ പഠനം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഒരേ ഹോസ്റ്റലിനകത്ത് ഇവരെ കിട്ടും? അപ്പൊ അങ്ങനെ ഇട്ടുകൊണ്ട് മതപരിവർത്തനം എന്ന ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ടോ? ഈ കുട്ടി ഒരിക്കലും ഈ ഏജൻസിയുടെ കൂടെയല്ല പോയത്. ഈ മരിച്ച സാവരിയ ആ കുട്ടി ഈ പരസ്യം കണ്ടിട്ടുണ്ടാവില്ല. ആ രക്ഷിതാക്കൾ ഒരിക്കലും ഇത് ഇസ്ലാമിക അന്തരീക്ഷമാണ് മനസ്സിലാക്കിയിട്ടില്ല. അവരെ കൊണ്ടുപോയി തിരുവല്ല ഏജൻസിയാണ്. തിരുവല്ല ഏജൻസിയുടെ പേര് ഞങ്ങൾക്ക് കിട്ടി. അവിടെ ഈ ഇബ്നു സീന ഇല്ല ആ സ്ഥാപനത്തിന്. രണ്ട് സ്ഥാപനം ഒന്നാട്ടോ. അവര് കൊടുത്തിരിക്കുന്ന പരസ്യത്തിലും അല്ലെങ്കിൽ അവര് കൊടുത്തിരിക്കുന്ന രേഖകളിലും ഇബ്നു സീന എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് അവിടെ കൊടുത്തിരിക്കുന്നത് അവരുടെ സ്ഥാപനത്തിന്റെ പേര് യൂണിവേഴ്സിറ്റി ഓഫ് ബുഖാറ ഉസ്ബെക്കിസ്ഥാൻ. യൂണിവേഴ്സിറ്റി ഓഫ് ബുഖാറ ഉസ്ബെക്കിസ്ഥാൻ. ഇതാണ് അവർ കൊടുത്തിരിക്കുന്ന രേഖകളും അവർ കൊടുത്തിരിക്കുന്ന സ്ഥാപനത്തിന്റെ പേരും. ഇതടക്കം 3 പേരിൽ അറിയപ്പെടുന്നത് ഈ ഒരേ സ്ഥാപനമാണ്. ഈ യൂണിവേഴ്സിറ്റി ഇൻ ബുഖാറ ഉസ്ബെക്കിസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും, അതേപോലെ തന്നെ മറ്റേ ഇബ്നു സീന എന്താ അതിന്റെ ബാക്കി മുഴുവൻ പേര് എനിക്ക് തോന്നുന്നില്ല, അതിലറിയപ്പെടുന്നതും വേറെ ഒരു പേരും കൂടിയുണ്ട്. ഈ 3 പേരിൽ അറിയപ്പെടുന്നതും ഒരേ സ്ഥാപനമാണ്. ഇത് ഹരികൃഷ്ണൻസ് എന്ന് പറഞ്ഞൊരു സിനിമ എനിക്ക് ഇറങ്ങിയിരുന്നു. മറ്റേ മലബാറിൽ അതിന്റെ പിന്നെ ക്ലൈമാക്സ് ഒരുമാതിരി, മറ്റു ഭാഗങ്ങളിൽ ക്ലൈമാക്സ് മറ്റൊരു മാതിരിയും. കാരണം ഒരു മോഹൻലാല് പരാജയപ്പെട്ട വേദനിക്കണവർക്ക് അങ്ങനെയും അപ്പൊ ആ രൂപത്തിൽ 2 ക്ലൈമാക്സ് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇത് 3 ക്ലൈമാക്സ് ആണ് ഈ സ്ഥാപനത്തിന്.
കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികളെ പിടിക്കാൻ വ്യത്യസ്ത രൂപത്തിൽ പരസ്യം കൊടുത്ത് വ്യത്യസ്ത സ്ഥാപനങ്ങളാണ് എന്ന ധാരണ ജനിപ്പിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനത്തിലേക്ക് ഇന്ന് കാണിക്കുമെന്ന്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇതൊക്കെയാണ് നടക്കുന്ന ഗൂഢസംഘമാണ്. ഞാനിവിടെ മുൻപിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു പേപ്പട്ടി മതമാണെന്ന്. ഇത്തരം ആളുകൾ ഇവിടെ നാട്ടിത്തെളിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ഒരേ 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 ബിൽഡിങ്ങിനകത്ത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും താമസിപ്പിക്കുക. ഇവിടെ വലിയ വലിയ വർത്താനം പറയും. ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത്, കാണാനിരിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ അപ്പിക്കുപ്പായം ധരിച്ചിട്ടാണ് ഇരിക്കുന്നത്, ആകെ ചാക്കു മൂടിയിട്ടാണ് ഇരിക്കുന്നത്, ആണാണോ പെണ്ണാണോന്ന് പോലും അറിയില്ല. എന്നിട്ടും അവരിയ്ക്കുന്നിടത്ത് ഒരു തിരശ്ശീലിട്ടിട്ട് അതിൻ്റെ ഇപ്പുറത്ത് അപ്പിക്കുപ്പായക്കാരികൾ, മറ്റോടത്ത് അണ്ടിക്കുപ്പായക്കാരന്മാരും. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇവരത് പറയും. പക്ഷേ അവിടുത്തെ സ്ഥിതിയോ? ഒരേ ഒരു ബിൽഡിങ്ങിനകത്ത് കേരളത്തിലുണ്ടോ? ഞാൻ കേരളം കോളേജിലാണ് പഠിച്ചത്. കേരളം കോളേജിൻ്റെ തൊട്ടപ്പുറത്താണ് ഹോസ്റ്റലുള്ളത്. അവിടെ മൂന്ന് ബിൽഡിങ്ങാണ് ഉള്ളത്. ആ ബിൽഡിങ്ങിനകത്ത്, ആ 3 ബിൽഡിങ്ങിനകത്തും ലേഡീസ് ഇല്ല. ആ 3 ബിൽഡിങ്ങിനകത്തും ആൺകുട്ടികളാണ് അവിടെ താമസിക്കുന്നത്. പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റല് കോളേജ് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ്. അവരുടെ ഹോസ്റ്റൽ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ്. അവരെ നോക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കോളേജ് ലെക്ചറർ പോലും ഉണ്ട്. ഞാൻ ഉള്ള സമയത്ത് അവിടെ സരസ്വതി ബാലകൃഷ്ണൻ, കൽപ്പറ്റ ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പത്നിയായിട്ടുള്ള സരസ്വതി ടീച്ചർ അവിടെ മേഷനായിട്ടുണ്ടായിരുന്നു. അവർ കുറച്ചും കൂടിയും ചിലപ്പോൾ 2 വെച്ച് കൊടുക്കാനും മടിക്കാത്ത സ്ത്രീയാണ്. അങ്ങനെ അവർ നിയന്ത്രിച്ച് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെ. ഇവിടെ അതേ സമയത്ത് ഇവിടെ നിന്ന് ഇതൊക്കെ വാസ്തവത്തിൽ ഇതൊക്കെ ഏറ്റവും രസം, ഈ ഹരിപ്പാട്ടുള്ള പാവങ്ങൾ, ആ കുടുംബക്കാർ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ലത്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഫോറിൻ എന്നുള്ള കോൺസെപ്റ്റാണ്. ആ ഫോറിൻ എത്ര ചളവള രാജ്യമാണെങ്കിലും ഇന്ത്യ വിട്ടാൽ പിന്നെ ഫോറിനാണ്. ഫോറിൻ എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. അവിടുത്തെ സ്ഥിതി എന്താണ്? ഇവിടെ ഈ കാനഡയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ ഫീസ് കൊണ്ടൊക്കെയാണ് അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അവിടുത്തെ കോളേജുകൾ നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന് പോലും പലരും പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഉസ്ബെക്കിസ്ഥാനിൽ ഒരേ ബിൽഡിങ്ങിനകത്ത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരുമിച്ച് പാർപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലവ് ജിഹാദ് പരിപാടിക്ക് വേണ്ടിയിട്ടാണോ? അതിന് കളമൊരുക്കുകയാണ് ഇവരൊക്കെയും ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെയും കഴിഞ്ഞു. ഇനി പോട്ടെ, ഈ ബന്ധം വെച്ചുകൊണ്ട് അവിടെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടി അവിടെ വെച്ച് കൊല്ലപ്പെടുന്നു. അത് എവിടത്തുകാരനാണ് കൊല്ലുന്നത്? വിദേശിയൊന്നല്ല കൊന്നിട്ടുള്ളത്. ഈ പെരിന്തൽമണ്ണയിലുള്ള ആൾക്കാർ, പാണക്കാട്ടുകാരൻ്റെ വീടിൻ്റെ അപ്പുറത്ത് 2 കല്ലെടുത്തെറിഞ്ഞാൽ ഇപ്പുറത്തെ പെരിന്തൽമണ്ണയിലെത്തും. ആ ഒരു സ്ഥലത്താണ് ആ പയ്യനുള്ളത്. ആ പയ്യൻ അവിടെ ഈ പ്രശ്നം ഒപ്പിച്ച് അവിടെ അവൻ അറസ്റ്റിലായിട്ടുണ്ട്. അവിടെ കേസ് ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞയക്കും എന്താണെന്ന് കാര്യങ്ങൾ അറിയില്ല. ഇവിടെ മരിച്ചത് ഇവിടുത്തെ ഒരു പെൺകുട്ടി. ഒരു വാക്ക്, ഇപ്പോൾ ഭരണതലത്തിൽ ഇവന്മാർ ഈ സാധനങ്ങൾ കയറിയിരിക്കുന്നുണ്ടല്ലോ, ഒരു വാക്ക് അവർക്ക് ഒരു അനുശോചനം, ഇങ്ങനെ സംഭവിച്ചു, ആ കോളേജിൽ ഞങ്ങൾക്ക് ഇതേ ഇന്ന ബന്ധങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഇങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾക്ക്. പക്ഷേ ഇവർ കരുതി വെച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് വരാറില്ല. പുറത്തേക്ക് വരണേ എന്ത് ചെയ്യണം? പത്രങ്ങൾ പുറത്തേക്ക് ഇറക്കണം. പത്രങ്ങൾ മുഴുവൻ ഇവരുടെയാണല്ലോ. മാതൃഭൂമിക്ക് ഇവരുടെ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റേ ചാനലുകൾ, ഈ ദുബായിലും അബുദാബിയിലുള്ള കോടീശ്വര മുതലാളിമാർ, മുസ്ലിം മുതലാളിമാർ എല്ലാവരും യുവമാരുടെ അണ്ണാക്കിൽ പൈസ തിരികെ വെച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അവർ പറയില്ല. പിന്നെ നമ്മളെങ്ങനെയാണ് അറിയുക? ഒന്നിനെ പത്രം മുഖേന അറിയുന്നു, അതല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളുള്ളതുകൊണ്ടാണ് പിന്നെയും നമ്മൾ പല കാര്യങ്ങളും അറിയുന്നത്. അല്ലെങ്കിൽ ഇവന്മാർ മൂടി വയ്ക്കും, അവിടെ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളും മൂടി വയ്ക്കും, അവിടെ നടക്കുന്ന എല്ലാ വിധത്തിലുള്ള ക്രിമിനൽ ക്രൈമുകളും അവർ മൂടി വയ്ക്കാനുള്ള ശേഷി അവന്മാർക്കുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോഴത്തും ആ ശേഷി കാണിക്കാൻ തുടങ്ങിയതുകൊണ്ട് എന്തുണ്ടാകുന്നു? പല കാര്യങ്ങളും പുറത്തേക്ക് ചാടുന്നു. ഇപ്പോൾ ഈ കോളേജിനെ നടത്തിപ്പ് മലബാറിലൊരു, നമ്മുടെ ടീച്ചർ പറയുന്ന പോലെ മലബാറിലൊരു രൂപമാണ്. എന്താണ്? ഇസ്ലാമികമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് അവിടെ മെഡിക്കൽ കോളേജ് പഠനം നിർവഹിക്കാം. ഇസ്ലാമികമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ആലോചിച്ച് നോക്കണം. അതെവിടെ? അത് വടക്ക് ഭാഗത്ത്, അതായത് കോഴിക്കോട്, അതുപോലെ തന്നെ മലപ്പുറം, ആ ഏരിയയിൽ അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. അഡ്വർടൈസ്മെൻറ്റേക്കും ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത് കാണിക്കാൻ എനിക്ക് പറ്റില്ല എവിടെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ദക്ഷിണ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ വെറും ഒരു യൂണിവേഴ്സിറ്റി, ബൊക്കാറ എന്തോ ഒരു യൂണിവേഴ്സിറ്റി, അത് മാത്രമായി മാറി. അതിനകത്ത് ഇസ്ലാം എന്നുള്ള വാക്ക് ചേർത്തിട്ടില്ല.
അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട്, അതാണ് ടീച്ചർ പറഞ്ഞത്, ഒരു സിനിമയിലെ എന്താണ് സിനിമയുടെ പേര്, അതിൽ മമ്മൂട്ടി മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട് അത്രേ, പേര് ഓർക്കുന്നില്ല, ഒരു എനിവേ എന്താവട്ടെ, പേരെന്താവട്ടെ, ആ പേരിൽ അതിൽ ക്ലൈമാക്സ് ഒരു പെണ്ണിനെ രണ്ടുപേരും കൂടി പ്രേമിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അതിൽ ഉത്തര കേരളത്തിലൊരു ക്ലൈമാക്സും ദക്ഷിണ കേരളത്തിൽ വേറൊരു ക്ലൈമാക്സുമാണ് അത്രേ. ഉത്തര കേരളത്തിൽ മമ്മൂട്ടിക്ക് അനുകൂലമായിട്ടും ദക്ഷിണ കേരളത്തിൽ മോഹൻലാലിന് അനുകൂലമായിട്ടുള്ള ക്ലൈമാക്സുകളാണ് വന്നതെന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്ന ടീച്ചർ പറഞ്ഞൊരു ഉദാഹരണമാണ്. എന്ന് പറയുന്ന പോലെ ദക്ഷിണ കേരളത്തിലുള്ള ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് അതൊരു മെഡിക്കൽ കോളേജ് ഒരു യൂണിവേഴ്സിറ്റി മാത്രമാക്കി മാറ്റി. ഉത്തര കേരളത്തിലെ ആളുകളെ പിടിക്കാൻ വേണ്ടി ഇതാ നിങ്ങളുടെ കുട്ടികൾക്ക് ഇസ്ലാമികമായിട്ടുള്ള ചിന്താ പദ്ധതികളുള്ള ചുറ്റുപാടുകളിൽ, അപ്പോൾ അവിടെ പള്ളി ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, ഉസ്താദ് ഉണ്ടാവും, അവിടെ വയലുണ്ടായിരിക്കും, മറ്റേ നമസ്കാരമൊക്കെ ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെയാണല്ലോ. ആ ഒരു സാഹചര്യത്തിൽ വളരാൻ വേണ്ടിയിട്ട് എവിടെ പോയാലും മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോഴും മദ്രസ അടിയിൽ കൂടെ പോകണമല്ലോ, ആ പഠനം അടിയിൽ കൂടെ പോകണമല്ലോ, അല്ലെങ്കിൽ കൈവിട്ട് പോയാലോ എന്ന് വെച്ചാൽ കുട്ടികളെ മദ്രസ പൊട്ടന്മാർ മാത്രമാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിനൊപ്പം നടക്കാനും പറ്റില്ല. അപ്പോൾ ഒരു വലിയ ആളാവണം. അതോടൊപ്പം തന്നെ എൻജിനീയർ ആയാലും ഡോക്ടർ ആയാലും IAS ആയാലും IPS ആയാലും അതോടൊപ്പം തന്നെ ഈ സാധനം വെച്ച് തേക്കണം. എന്ത് മദ്രസ വിദ്യാഭ്യാസം വെച്ച് തേക്കണം. അതുകൊണ്ടാണ് ഇവിടെയുള്ള എത്രയോ വിദ്യാഭ്യാസ വിചക്ഷണന്മാരായിട്ടുള്ള ആളുകൾ പോലും അവരൊരു കാര്യം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് കുറേ അറബി വാക്കുകൾ പറയും. എന്തിനാണ് ഇവിടെ അറബി വാക്കുകൾ പറയുന്നത്? ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇവിടുത്തെ മറ്റേ 10 ഉപനിഷത്തുകളും അതിൻ്റെ ഭാഷ്യവും അറിയുന്ന ഒരാളാണ് ഞാൻ. എനിക്കിവിടെ ഇരുന്ന് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാം. ഒരു 2 ദിവസം തുടർച്ചയായിട്ട് എനിക്ക് മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കാം. ഞാൻ ചെയ്യുന്നുണ്ടോ? നമസ്കാരം, അത് മാത്രമേ പറയുന്നുള്ളൂ. അതൊരു സംസ്കൃത വാക്കാണ് നമസ്കാരം, അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഇവരൊക്കെ അതല്ല. ഇവർ ഈ കൊഞ്ഞാളൻ അറബി ആരുടെ ഭാഷയാണ്? അത് അവരുടെ ഭാഷയിൽ എന്തിനാണ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അറിയും ഇവരെന്താ പറയണതെന്ന്. പക്ഷെ അതല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളല്ല. ഞങ്ങൾ സംതിങ് സ്പെഷ്യലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ ഇവരുടെ കുറേ കൊഞ്ഞാണം വിദ്യ, കുറേ അറബിക് കൊഞ്ഞാണം വിദ്യ. എനിവേ, ഞാൻ വേറെന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ കടന്നു പോയതാണ്. ഈ പറയുന്ന ഉസ്ബെക്കിസ്ഥാനിലുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വാസ്തവത്തിൽ നടത്തുന്നത്, ഇവിടെ നിന്ന് ആളുകളെ പറഞ്ഞയക്കുന്നതും അതിൻ്റെ പൈസ വാങ്ങിച്ചു കെട്ടുന്നതും ഈ പാണക്കാടന്മാരാണെന്ന് പറയുമ്പോൾ അവരെത്ര വലിയ ഗൂഢസംഘമാണെന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ പരിപാടികൾ കേരളത്തിൽ, മലപ്പുറത്ത് മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയൊട്ടാകെ, അതിലപ്പുറം ഇനിയിപ്പോൾ അപ്പുറത്തും ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലും അവിടെയുണ്ട്. പൈസ ഉണ്ടാക്കരുത് തന്നെ. മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാമല്ലോ, വേണ്ടത്ര പൈസ ഉണ്ടാക്കാമല്ലോ. ഈ പൈസ ഉണ്ടാക്കൽ മാത്രം. അതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, ഇവരിൽ ഇസ്ലാമില്ല, ഇവർ മുസ്ലിങ്ങളല്ല, ഇവരിൽ മറ്റേ പ്രവാചകനായിട്ടുള്ള നബി തിരുമേനിയില്ല, അദ്ദേഹത്തിൻ്റെ വചനങ്ങളില്ല, ഇവരുടെ ഖുറാനില്ല, അതിൻ്റെ പാഠനങ്ങളില്ല. ഇവർക്ക് അള്ളാഹു എന്ന് പറഞ്ഞ സങ്കല്പമില്ല. എന്ത് സങ്കല്പം? അവർ തന്നെ അള്ളാഹുമായിട്ട് അവതരിക്കാൻ നടക്കണം ഇവിടെ എല്ലാവരും. കുറേ എണ്ണമുണ്ട് ഇങ്ങനെ, മറ്റേ അള്ളാഹുവിൻ്റെ വാപ്പമാരായിട്ട് ഇവിടെ കുറേ എണ്ണമുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇവർ ഒരു ഗൂഢസംഘമാണ്. എന്താണ് ഇവരുടെ ലക്ഷ്യം? കനകം കാമിനി. ഇന്നിറങ്ങിയ വണ്ടി പോലും, ഇന്നിറങ്ങിയ കാറ് പോലും ആ കാറിൻ്റെ A to Z കാര്യങ്ങൾ ഇവർക്കറിയാം, അവിടുത്തെ പിള്ളേർക്കും അറിയാം. കാരണം അവരുടെ ചിന്ത അത് മാത്രമാണ്. അതേ സമയത്ത് ഇവർ മറ്റേ ഖുറാനിലൊരു 25 വചനങ്ങൾ ഒന്ന് കാണാപ്പടം ചെല്ലിയാൽ അതവർക്ക് അറിയില്ല, അതവർക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താ അറിയാത്തത്? നിങ്ങൾക്ക് 1000 പള്ളിയുടെ കോപ്പൊക്കെയാണല്ലോ, എന്താ നിങ്ങൾക്ക് അറിയാത്തതെന്ന് ചോദിക്കാൻ അവിടെ ആരുമില്ല. അവരെ നിയന്ത്രിക്കാൻ ആരുമില്ല. അവരെ നിയന്ത്രിക്കുന്ന അവർ തന്നെയാണ്, അതവർ നിയന്ത്രിക്കാറുമില്ല. ആയതുകൊണ്ട് തന്നെ പാണക്കാട് തറവാട് എന്ന് പറഞ്ഞാൽ, പാണക്കാടന്മാരെന്ന് പറഞ്ഞാൽ ഒരു മാഫിയ തലവന്മാരായിട്ട് മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ പെൺകുട്ടിയുടെ മരണത്തിൽ അവർക്കും ഒരു കൈയുണ്ട് എന്ന് തന്നെയാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെ നിഷേധിക്കാൻ അവർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശശികല ടീച്ചർ വളരെ വ്യക്തമായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അവരൊരു പ്രസ്താവന ഞാനിവിടെ കണ്ടു, അതൊന്ന് നോക്കട്ടെ. ഇതാണ് ആ പ്രസ്താവന. അത് ഇതിൽ നോക്കിയാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്, എങ്കിലും അതിലൊരു ഫോട്ടോ ഉണ്ട്, അത് ഏകദേശം മനസ്സിലാവും. ആ താഴെ ഇരിക്കുന്നവനെ മനസ്സിലായില്ലേ? അവൻ്റെ പേരാണ് പാണക്കാട് സയ്യദ് റഷീദ് അലി തങ്ങളെന്ന്. മേലെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? ലോകോത്തര സർവകലാശാലകളിൽ MBBS പഠിക്കാം ഇസ്ലാമികമായിട്ടുള്ള അന്തരീക്ഷത്തിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു സീന ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അൽ ഫറാബി, പിന്നെ അങ്ങനെ 2-3 പറഞ്ഞിട്ടുണ്ട്. പഠനശേഷം ജർമ്മനിയിൽ പ്രാക്ടീസ് ചെയ്യാൻ അവസരം. ആരാണ് ചെയർമാൻ?
ആരാണ് ചെയർമാൻ? ഇവനെ മനസ്സിലായില്ലേ? പാണക്കാടൻ. അതിൽ ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഇതാണ്: മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയയുടെ മരണം പാണക്കാട് തങ്ങൾ വിശദീകരണം നൽകണം. ശശികല ടീച്ചർ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതാണ് അവർ പറഞ്ഞിട്ട് അവരുടേത്. ശശികല ടീച്ചർ പറഞ്ഞിട്ടുള്ളത്: മെഡിക്കൽ വിദ്യാർത്ഥിനി സാവിയയുടെ മരണം പാണക്കാട് തങ്ങൾ വിശദീകരണം നൽകണം. ഇതിൽ ഒന്നാമത് പറഞ്ഞ സ്ഥാപനത്തിലാണ് ഈ കുട്ടി പഠിച്ചിരുന്നത്. ആൺകുട്ടികൾക്കും അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ധാർമ്മിക ചുറ്റുപാടുകളിലുള്ള ഇൽമ ഹോസ്റ്റലുകൾ എന്ന് പരസ്യം ചെയ്ത് കുട്ടികളെ കൊണ്ടുപോയത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിപ്പിച്ചൊരു ഹോസ്റ്റലിലിട്ട് എല്ലാവരെയും മതം മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. മരിച്ച പെൺകുട്ടിയുടെ ബന്ധു ഉസ്ബെക്കിസ്ഥാനിൽ എത്തിയപ്പോൾ ഈ കേസ് കോംപ്രമൈസിൽ എത്തിക്കാമോ എന്ന് അവിടെയുള്ളവർ ചോദിച്ചത് ഇവിടുന്ന് തങ്ങളടക്കമുള്ളവരുടെ സ്വാധീനത്തിൽ ആണോ? തങ്ങൾക്ക് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. ഇവിടെ മതേതര വേഷം കെട്ടുന്നവർ പുറത്ത് ഇത്തരം കാര്യങ്ങളിൽ പങ്കാളിയാകുന്നുണ്ടോ? ഈ പരസ്യം വ്യാജമാണോ? ആണെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ നടപടിയെടുത്തില്ല? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരേണ്ടതുണ്ട്. ഇതാണ് ശശികല ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ വാസ്തവത്തിൽ ഞെട്ടിപ്പോയത് ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ അവരുടെ പഠനപാഠങ്ങളും ഖുറാനും ഒരു മൂലയ്ക്ക് വലിച്ചെറിഞ്ഞ് അള്ളാഹുവിനെ പിന്നെ ഒരു മൂലയ്ക്ക് വലിച്ചെറിഞ്ഞല്ലോ. സത്യപ്രതിജ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ. തൊപ്പിയും മാറ്റി. അതായത് സമയവും കാലവും നോക്കിയിട്ട് വിശ്വാസങ്ങളെ പോലും അവർ വ്യഭിചരിക്കുകയാണ്. അത് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇത്തരം ഗൂഢപ്രവർത്തികൾ കൂടി ഉണ്ടെന്ന് കേൾക്കുന്ന സമയത്ത് ഇനി എന്തെല്ലാം ഇവരുടെ കയ്യിലിരിപ്പുണ്ട്, ഇനി എന്തെല്ലാം പുറത്തു വരാനുണ്ട്. ഇതൊക്കെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇവർ പറയുന്ന ഭഗവാൻ, അല്ല ഇവർ പറയുന്ന ദൈവം, അല്ല ഇവർ പറയുന്ന അള്ളാഹു, അത് സത്യമാണ് എന്നല്ലേ നമ്മളെല്ലാവരും പറയാം. ഈശ്വരൻ, ദൈവം സത്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഏതൊരു അഡ്വർടൈസ്മെൻറ്റിൽ പൃഥ്വിരാജ് പറഞ്ഞ പോലെ എല്ലാം കാണാൻ മുകളിൽ ഒരുത്തൻ ഇരിക്കുന്നുണ്ടല്ലോ, അവൻ തന്നെ ഒന്നൊന്നായിട്ട് ഗുണ്ട് പൊട്ടിക്കണ പോലെ പൊട്ടിക്കും ഈ പാണക്കാടന്മാരുടെ തലയിൽ. യാതൊരു സംശയമില്ല. ഇതുവരെ ചെയ്തു വെച്ച എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും അവർ ഉത്തരം പറയേണ്ടി വരും. ശശികല ടീച്ചറോടല്ല, ഈ സമൂഹത്തോട് ഇന്നല്ലെങ്കിൽ നാളെ. നമസ്കാരം.